സ്വന്തം ഒരാളെ കിട്ടിയാൽ ജീവിതത്തിൽ എനിക്കെല്ലാം തികഞ്ഞു എന്ന് തോന്നരുത്. അപ്പോഴും എനിക്കെന്റെ ഉപ്പയും എന്റെ ഉമ്മയും വലിയവരാണ്. അവര് നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ കുടുംബജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അഥവാ ബാപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവം പരുക്കൻ രൂപത്തിലാണെങ്കിൽ വേണ്ട സ്നേഹത്തോടെ പ്രതികരിക്കാൻ സ്വന്തം ഇണയെ പ്രാപ്തരാക്കണം. സ്വന്തം ഇണക്കതിനുള്ള പ്രാക്ടീസ് നൽകണം. നമ്മുടെ ബാപ്പയും നമ്മുടെ ഉമ്മയും നമുക്കെന്നും വേണ്ടപ്പെട്ടവരാണ്. നല്ല രൂപത്തിൽ മാത്രം നീ പ്രതികരിച്ചുകൊണ്ട് സ്നേഹവും ബഹുമാനവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. എന്തിനാണെന്നറിയോ പെങ്ങളെ? കുറച്ചു കഴിഞ്ഞാൽ ഞാനും നീയും ബാപ്പയും ഉമ്മയുമാകും. നമ്മുടെ മക്കളിലേക്കും ജീവിത പങ്കാളികൾ വരും. നമ്മൾ ഈ ബാപ്പാനെയും ഉമ്മാനെയും വേണ്ടതുപോലെ സ്നേഹിച്ച് ബഹുമാനിച്ചില്ലെങ്കിൽ ദുനിയാവിൽ അതിന്റെ ഒരു ചിത്രം അല്ലാഹു നമുക്കും തരാനുണ്ട്. നമ്മുടെ മക്കളിലൂടെ പേരമക്കളിലൂടെ നമ്മൾ ഏത് രൂപത്തിലാണോ ബാപ്പാനെയും ഉമ്മാനെയും പിണക്കി അകറ്റി നിർത്തിയത്, അതിനേക്കാളും അസഹ്യമായ രൂപത്തിൽ സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മക്കൾ ചെറുപ്പക്കാരികൾ നമ്മെ അകറ്റി നിർത്തുന്നൊരു ദുരന്തം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഗതി ഉണ്ടാകരുത്. അങ്ങനെ